ശ്രീ സന്ദീപ് വാര്യർ, നമുക്കറിയാം വളരെയധികം ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ വീണ്ടും CPM-ന് കുരുക്ക് മുറുകിക്കൊണ്ട് കൂടുതൽ CPM-ലെ മുൻനിര നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇഡിയുടെ ഒരു നിർണായക നീക്കത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ സാധാരണക്കാർക്കും ആ പണം തിരികെ കിട്ടണം എന്നുള്ള നിലപാട് സ്വീകരിച്ചയാളാണ് അദ്ദേഹം. അത് വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതകാലത്തെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് അവർ സർവീസ് സഹകരണ ബാങ്കിനെ വിശ്വസിച്ചുകൊണ്ട് കരുവന്നൂർ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അവരുടെ മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി, അവരുടെ വീട് പണിയാൻ വേണ്ടി, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അവർ ദീർഘകാലമായി സ്വരുക്കൂട്ടിയ പണമാണ് ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയെ വിശ്വസിച്ചുകൊണ്ട് അവർ അത് നിക്ഷേപിച്ചത്. പക്ഷേ CPM നേതൃത്വം, ജില്ലയിലെയും സംസ്ഥാനത്തെയും CPM നേതൃത്വം കരുവന്നൂരിലെ സാധാരണക്കാരുടെ പണമെടുത്ത് റിസോർട്ട് കെട്ടാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ദുർവിനിയോഗം ചെയ്യുകയും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് ബാങ്ക് മുഖേന നടത്തുകയും ചെയ്തത് ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. തെളിവ് പുറത്തു വന്നിരിക്കുകയാണ്. CPM പാർട്ടി എന്നുള്ള നിലയ്ക്കും അവിടെ ക്രമക്കേട് നടന്നു എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ പാർട്ടി അന്വേഷണ കമ്മിറ്റിയിൽ ബിജുവും ഷാജനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവരുടെ റിപ്പോർട്ട് കൈമാറാൻ വേണ്ടി ED ആവശ്യപ്പെട്ടിട്ടും അവരത് കൈമാറാൻ തയ്യാറായിട്ടില്ല. അപ്പം രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ അധ്വാനം കൊള്ളയടിച്ചു കൊണ്ടുപോയ CPM-ന്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ ജനരോഷം സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമപരമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. EDയുടെ അന്വേഷണം തീർച്ചയായിട്ടും കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരും അതുപോലെ തന്നെ കേരളത്തിലെ ഈ അഴിമതിരഹിതമായി ഈ സഹകരണ മേഖലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാടിന്റെ കൂടി പ്രതിഫലനമായിട്ട് ഇത്തരം നടപടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോയ CPM നേതാക്കന്മാർക്ക് മാപ്പില്ല. അവരതിന് അനുഭവിച്ചേ പറ്റൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. ശ്രീ സന്ദീപ് വാര്യർ, ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം EDയുടെ ഒരു നിർണായകമായൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് പറയുന്നത് ഇപ്രകാരമാണ്: CPM-ന് തന്നെ രഹസ്യ അക്കൗണ്ടുകൾ കരുവന്നൂരിൽ ഉണ്ട് എന്നുള്ളൊരു നിർണായക കണ്ടെത്തൽ ED പുറത്തുവിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇത്തരം ഈ ഒരു അക്കൗണ്ടുകൾ ഉപയോഗിച്ച ബിനാമി ഇടപെടലുകൾ അടക്കമുള്ള ഇടപാടുകളൊക്കെയുമാണ് അവർ നടത്തിയിരുന്നതെന്നും ED പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിലവിൽ വെറുമൊരു സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്നതിലപ്പുറം ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനം കൂടിയായി മാറുകയല്ലേ? നിശ്ചയമായും കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ മാത്രം 5ഓളം വ്യാജ അക്കൗണ്ടുകൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു, CPM നേതൃത്വം ഉണ്ടായിരുന്നു എന്നാണ് ED കണ്ടെത്തിയതായി മാധ്യമങ്ങൾ പറയുന്നത്. അതോടൊപ്പം ജില്ലയിലെ മറ്റ് സർവീസ് സഹകരണ ബാങ്കുകൾ, CPM ഭരിക്കുന്ന ബാങ്കുകളിലും 25ഓളം ഇത്തരത്തിലുള്ള കള്ള അക്കൗണ്ടുകൾ CPM ഓപ്പറേറ്റ് ചെയ്തിരുന്നുവെന്നും അതിന് ആധാരമായി സഹകരണ നിയമത്തിൽ പറയുന്ന രീതിയിൽ ആ ബാങ്കുകളിൽ CPM-ന്റെ നേതാക്കന്മാർക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് KYC ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പൊ രാജ്യത്ത് നിലവിലിരിക്കുന്ന ബാങ്കിംഗ് ചട്ടങ്ങളെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ട് വ്യാജമായി അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും ആ അക്കൗണ്ട് വഴിക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തുകയും ചെയ്ത പാർട്ടിയാണ് CPM എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 150 കോടി രൂപയിലധികം വരുന്ന കള്ളപ്പണ ഇടപാടാണ് ഈ അക്കൗണ്ടുകൾ മുഖേന നടന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ CPM-ന്റേത് കള്ള അക്കൗണ്ട് അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും നൽകിയിട്ടുള്ള അവരുടെ റിപ്പോർട്ടുകളിൽ, അവരുടെ അഫിഡവിറ്റുകളിലൊക്കെ ഇത് റിഫ്ലക്ട് ചെയ്യേണ്ടതാണ്. ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കള്ള അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും CPM എന്ന് പറയുന്ന പാർട്ടി രാജ്യത്തെ നിലവിലിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഴുവൻ ലംഘിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തെ പണം കൈമാറ്റം സംബന്ധിച്ച നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചിരിക്കുന്നു. ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് CPM ചെയ്തിട്ടുള്ളത്. ഇതിന് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ളവർ, സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം വരെ ജയിലിൽ പോയേക്കാവുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിലും ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നതിലും തീർച്ചയായിട്ടും കരുവന്നൂരിലെ നിക്ഷേപകർക്കും അതോടൊപ്പം സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഒരു ശുദ്ധീകരണം നടക്കണമെന്നും അഴിമതിരഹിതമാകണമെന്നും ആഗ്രഹിക്കുന്ന
മുഴുവൻ മലയാളികൾക്കും തീർച്ചയായിട്ടും ഇത് സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ പോലും പലവിധമായിട്ടുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകളാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രത്തോളം നിർണായകമായ അന്വേഷണങ്ങൾ ഇനിയും ഉണ്ടാകുമ്പോൾ ഈ ഒരു ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ എത്രത്തോളം വില പോകുമെന്നാണ് ചോദ്യം ഉയരുന്നത്. അല്ല, ഈ CPM-ന്റെ ക്യാപ്സ്യൂളുകൾക്കൊന്നും പഴയ പവറില്ല എന്നുള്ള മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? കരുവന്നൂരിലെ നിക്ഷേപകരെ അതൊന്ന് ബോധ്യപ്പെടുത്താൻ CPM-ന് സാധിക്കുമോ? പണം നഷ്ടപ്പെട്ടിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരെ കണ്ണുനീരിന് പകരമാവുമോ ഇത്തരം ന്യായീകരണ ക്യാപ്സ്യൂളുകൾ? അപ്പൊ CPM വാസ്തവത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ടത് കരുവന്നൂരിലെ നിക്ഷേപകരെയാണ്. ആ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാകണം, പലിശ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകണം. അതിന് തയ്യാറാകുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് വലിയ തോതിൽ ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടത്താനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ഇവിടെ ആ കള്ളപ്രചരണങ്ങളെ കൊണ്ടൊന്നും ഇനി പിടിച്ചു നിൽക്കാൻ CPM-ന് കഴിയില്ല. CPM നേതൃത്വം നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടിന്റെ തെളിവുകളാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് CPM നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും.